ഹലോ, അടുത്ത കുക്കിംഗ് വീഡിയോ ആണേ. സ്പെഷ്യൽ വീഡിയോ ആണോയെന്ന് ചോദിച്ചാൽ അല്ല, നോർമൽ വീഡിയോ ആണ്. എല്ലാ പ്രാവശ്യവും ഇവിടെ ചിക്കൻ മേടിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ഒന്നുകിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ പെപ്പർ ചിക്കൻ, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, ഈ 3 ഡിഷാണ് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും ചിക്കൻ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, ഇതുവരെ കഴിക്കാത്ത. അങ്ങനെയാണ് യൂട്യൂബിൽ നോക്കിയപ്പം ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ കണ്ടത് കേട്ടോ. അപ്പം എൻ്റെ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. വളരെ ഇതിലൊരു 2 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളെങ്കിലും, പക്ഷേ ഇത്തിരി സമയം എടുത്താട്ടോ കുക്ക് ചെയ്തത്. കാരണം എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ ഫസ്റ്റ് ടൈം ഒരു കാര്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന് നമ്മൾ ഒത്തിരി സമയമെടുക്കും. പക്ഷേ അത് 1-2 പ്രാവശ്യം ഉണ്ടാക്കിയാലേ നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടണം, ഇന്നതാണെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് ടൈം ഡിഷ് ആയതുകൊണ്ട് ഇച്ചിരി സമയമെടുത്തു. പക്ഷേ ഉണ്ടല്ലോ, റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ചിക്കൻ റോസ്റ്റ് കഴിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി എളുപ്പമായിട്ടും തോന്നി. പിന്നെയും വെക്കാനുള്ള ഒത്തിരി പണിയാണ് അങ്ങനെ തോന്നിയില്ല കേട്ടോ. പിന്നെ അടുത്തൊരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കണമെന്ന് തോന്നി. ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി സോട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് സവോള, അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എല്ലാ പ്രാവശ്യം മറക്കും കേട്ടോ. ആ മസാലകളെല്ലാം പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വേവിച്ച് ഉപ്പ് നോക്കി എടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ അതിനകത്തോട്ട് ഒരു 2 പച്ചമുളകും കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ഇളക്കിയെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടത്ത്, ചപ്പാത്തിയുടെ കൂടത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പൊറോട്ടയുടെ കൂടത്തായിട്ട് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.